ഇപ്പോൾ വേടൻ ജാതി വിദ്വേഷം നടത്തുന്നുണ്ട്, ജാതീയമായി ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഹയർ അതോറിറ്റീസിനെ, അതായത് പ്രധാനമന്ത്രിയെ പോലെയുള്ളവരെ അധിക്ഷേപിക്കുന്നു. ഇക്കാര്യത്തിലൊക്കെ അതിൻ്റെ ഒരു അതിർവരമ്പ് അദ്ദേഹം ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് രണ്ടഭിപ്രായമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിലേ താങ്കൾ കാണുന്നുള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ ഈ കഞ്ചാവ് കേസിന്റെ കാര്യത്തിൽ മാത്രം വേടനെ പൂർണ്ണമായിട്ടും താങ്കൾ തള്ളിപ്പറയുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഏത് പക്ഷത്താണ്? എന്തായാലും വേടനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്ന ഒരു നിലപാടായിരുന്നു താങ്കൾ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ഈ NIA-ക്ക് മുന്നിലേക്ക് ഈ പരാതി പോകുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? മഞ്ജുഷി, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റായി നിന്നുകൊണ്ട് പറയാം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെന്ന് പറഞ്ഞാൽ പേരെടുത്ത് മഞ്ജുഷ് ജി എന്ന, ശ്രീജിത്ത് പണിക്കർ ഭായ് എന്ന, ശ്രീ നന്ദകുമാർ ജി എന്ന നമ്മൾ വരുന്ന ഒരു പ്രിവിലേജ്ഡ് സ്പേസിൽ നിന്നല്ല വേടൻ വരുന്നത്. അവിടെയാണ് നമുക്കൊരു ലെയർഡായ അപ്രോച്ച് ഉണ്ടാകേണ്ട ആവശ്യകത. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-ന് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത് ജി വളരെ വിപ്ലവാത്മകമായ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു വേദിയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സ്വയം സേവകർക്കും സംഘത്തിന്റെ ആൾക്കാർക്കും പിന്നോക്ക ജാതിക്കാർ പശുവിന്റെ ഇറച്ചി കൊടുത്തു. അപ്പോൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നത് ഞങ്ങൾ 42 തലമുറകൾ നരകത്തിൽ പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അവിടുത്തെ സ്വയം സേവകർ പശുവിൻ്റെ ഇറച്ചി കഴിക്കാൻ തയ്യാറാകണം. കാരണം പിന്നോക്കക്കാർക്ക് വേണ്ടി അവരെ നമ്മുടെ കൂടെ നിർത്താനായി ആ സമീപനം എടുക്കണമെന്ന് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 8-നാണ് പൂജനീയ സർസംഘ് ചാലക് പറയുന്നത്. എന്നിട്ട് പിന്നീട് അദ്ദേഹം കണ്ടെത്തി അത് യഥാർത്ഥത്തിൽ പശുവിൻ്റെ ഇറച്ചി ആയിരുന്നില്ല, അവർ വെറുതെ ഇവരെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്. നാഷണൽ മീഡിയ ഒക്കെ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തതാണ്. നമുക്ക് ഈ ജാതിയുടെ കാര്യത്തിൽ വലിയൊരു തെറ്റും ചരിത്രപരമായ അബദ്ധവും പറ്റിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യബോധം വിശിഷ്യ സവർണ ഹിന്ദുക്കൾക്കും വിശാല അർത്ഥത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ട്. അവിടെയാണ് ഇതിനെ ലെയർഡായി മാത്രമേ കാണാൻ കഴിയൂ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. വിവേകാനന്ദ സ്വാമി നമ്മുടെ നാട്ടിൽ വന്ന് നിനക്കൊക്കെ ഭ്രാന്താണ്, ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്, നമ്മുടെ പൂർവികരെ നോക്കി പറഞ്ഞത് നമ്മുടെ പിന്നോക്കക്കാരോടുള്ള തെറ്റായ അപ്രോച്ച് കാരണമാണ്. ഇപ്പം തന്നെ നമുക്ക് നോക്കാം. ശശികല ടീച്ചർ, എനിക്ക് ബഹുമാനമുള്ള വ്യക്തിയാണ്. ശശികല ടീച്ചറിന്റെ അമ്പലത്തിൽ പോയി പ്രഭാഷണം നടത്താൻ എനിക്ക് വലിയൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ശശികല ടീച്ചർ വരാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശശികല ടീച്ചർ കഞ്ചാവോളി എന്ന വാക്ക് വിളിക്കുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, സ്ത്രീയാണ്, ടീച്ചറാണ്, അമ്മയാണ്. ടീച്ചർ അതേപോലൊരു വാക്ക് പിൻവലിക്കണം. ശശികല ടീച്ചർ ആ ഉപയോഗിച്ച വാക്ക് ഒരു കാരണവശാലും, എനിക്ക് ഉറപ്പുണ്ട്, സംഘത്തിലെ ആരും അതിനെ അനുകൂലിക്കില്ല, BJP-യിലെ ആരും അതിനെ അനുകൂലിക്കില്ല, കോൺഗ്രസിലെയും CPM-ലെ ആരും അതിനെ അനുകൂലിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു വാക്ക് തീർച്ചയായും പിൻവലിക്കണം. അത് ദൂരവ്യാപകമായ പ്രതിഷേധം ഉണ്ടാകും. രണ്ട്, വേടന്റെ പ്രായമല്ല ശശികല ടീച്ചറിന്റെ പ്രായം. വേടൻ മുടി എന്ന തമിഴ് വാക്ക് അർത്ഥം വരുന്ന ഒരു പ്രയോഗം, തമ്പുരാനാണെങ്കിൽ എനിക്ക് ഒരു കോപ്പുമില്ല എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായി. പക്ഷേ അതുപോലെയല്ല ഈ മറ്റേ വാക്ക്. രണ്ട്, വേടന്റെ പ്രായമല്ല ശശികല ടീച്ചറിന്റെ പ്രായം. വേടൻ അടക്കമുള്ളവരോട് ബഹുമാനത്തോടെ സംവദിച്ച് അവരെ കൂടെ നിർത്തുന്ന ഒരു സാമൂഹിക സമീപനമാണ് ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും ഭാരതത്തിനും ആവശ്യം. കാരണം ചരിത്രത്തിൽ ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അവിടെയാണ് വേടനാണെങ്കിലും ഷൈൻ ടോൺ ചാക്കോ ആണെങ്കിലും ഖാലിദ് റഹ്മാൻ ആണെങ്കിലും നമ്മുടെ ശ്രീനാഥ് ഭാസി ആണെങ്കിലും, ഒരിക്കൽ ശ്രീജിത്ത് പണിക്കർ ഭായിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഹാവു മതേതരത്വം തകർന്നില്ല. ഞാനത് കണ്ട് ഒരുപാട് ചിരിച്ചൊരു പോസ്റ്റാണ്. അതായത് 3 സമുദായങ്ങളിലെ ആൾക്കാരുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ പോസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്, നമ്മൾ നശിക്കാനാണെങ്കിലും ഒരുമിച്ചായിരിക്കും, നന്നാവാനാണെങ്കിലും ഒരുമിച്ചായിരിക്കും. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ദളിതനും എല്ലാം കൂടിയുള്ള ഒരു നമ്മുടെ കഞ്ചാവിന്റെ കേസ്, ഇവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരണം. മത്തായി സുവിശേഷത്തിൽ പറയുന്നത് പോലെ 100 ആട് നമുക്കുണ്ട്, ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചെടുക്കാനുള്ള ഒരു മനോഭാവം, ക്രിസ്തുവിന്റെ സമീപനം, ഗാന്ധിയുടെ സമീപനം നമുക്ക് വേണം. അതുകൊണ്ട് വേടനെ തിരിച്ചു കൊണ്ടുവരാൻ CPM കാണിച്ചത് രാഷ്ട്രീയ ബുദ്ധി മാത്രമല്ല, CPM-കാരുടെ ഒരു നന്മയാണ്. അല്ലെങ്കിൽ CPM-കാർക്ക് ഓഫ്കോഴ്സ് അതിലൊരു പൊളിറ്റിക്സ് കാണും, സംശയമൊന്നുമില്ല. CPM-കാർക്കാണ് പിന്നോക്ക വോട്ട് കിട്ടുന്നത്. അതേ സമീപനം തന്നെ BJP-യും പോസിറ്റീവായി എടുക്കുന്നത് നല്ലതാണ്. കാര്യം വേടൻ അടക്കമുള്ളവരെ വേട്ടയാടുന്നു എന്നൊരു ധ്വനി കൊടുക്കുന്നത് സമൂഹത്തിൽ ചേരില്ല. ഇനി LTTയുടെ കാര്യം പറഞ്ഞു, ശരിയാണ്, വേടൻ സംശയമൊന്നുമില്ല LTTയെ ന്യായീകരിക്കുകയും ഗ്ലോറിഫൈ ചെയ്യുകയും തന്നെയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം 1980 ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലോ അതിൽ താങ്കളുടെ നിലപാട് ആദ്യം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോദി കപടദേശവാദി, ഇതാണ് ഇപ്പോൾ പരാതിക്ക് കാരണമായിരിക്കുന്ന ഒന്നാമത്തെ കാരണം. ഒരിക്കലും മോദിജിയെ അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല, സംശയമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. ഞാൻ മോദിജിയെ ബഹുമാനിക്കുന്ന, ചില പോളിസികളോട് വിയോജിപ്പ് കാണും, മോദിജിയെ ബഹുമാനിക്കുന്ന, ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോദിജി. നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ അധികാര സ്ഥാനത്തിരിക്കുന്നവരെയോ വ്യക്തിപരമായ
അധിക്ഷേപിക്കരുത്, മോദിജിയുടെ ഒരു പോളിസി തെറ്റാണ്, കാർഷിക നിയമത്തിന്റെ കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടോ, NRCയുടെ അഭിപ്രായത്തിൽ എതിരഭിപ്രായമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല. ചില വാക്കുകൾ, കയ്യിൽ വാളെടുത്തു തുടങ്ങിയ വാക്കുകൾ, വ്യക്തിപരമായ അധിക്ഷേപം, പ്രധാനമന്ത്രിയാണെങ്കിലും എനിക്ക് ഒരുപാട് എതിർപ്പുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പക്ഷേ സഖാവ് പിണറായി വിജയൻ ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും വ്യക്തി അധിക്ഷേപം വേടൻ ചെയ്യരുത്. ഇനി നേരത്തെ നന്ദകുമാർജി അദ്ദേഹത്തിന് രാഷ്ട്രീയമാണ് പറഞ്ഞത്, എന്തുകൊണ്ട് താങ്കൾക്ക് പറയാൻ തോന്നുന്നില്ല? അവിടെ എന്താ അറിയാമോ, വേടൻ ഈ രാഷ്ട്രീയം പറയുന്നതിൽ കുഴപ്പമില്ല, അതിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകരുത്. എനിക്ക് തോന്നുന്നില്ല വേടനും ഇനി അത് റിപ്പീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് വേടന്റെ പ്രായം കുറച്ചുകൂടെ കുറച്ചാണ്, ഇപ്പം പോലും 30 വയസ്സ് 29 വയസ്സേ വേടനുള്ളൂ. അതുകൊണ്ട് സ്റ്റേജുകൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ വേടനെതിരെ നല്ലൊരു വിമർശനം ശ്രീ നന്ദകുമാർജി പറഞ്ഞാണ്. ആ വിമർശനം ഉയർത്തി പറയണം. നമ്മുടെ കാശ്മീരി പണ്ഡിറ്റുകൾ അല്ലെങ്കിൽ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ അടക്കം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ സെലക്റ്റീവ് അല്ലാതെ വേടൻ പറയണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാശ്മീരി പണ്ഡിറ്റുകളുടെ വേദനയെക്കുറിച്ച് വേടൻ ഇതുവരെ പാടി കണ്ടിട്ടില്ല. ഗസയിലെ കുഞ്ഞുങ്ങളുടെ വേദന, പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ വേദന നമ്മുടെ വേദനയാണ്, അവർക്ക് വിശക്കുന്നത് നമ്മുടെ വേദനയാണ്. എന്നാൽ അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം വേടൻ പറഞ്ഞിട്ടില്ല എന്നൊരു നല്ല വിമർശനം ഉന്നയിക്കാം. പകരം വേടനെ വേട്ടയാടുക എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുന്നത് അത് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല. ഇനിയും വേടൻ ആരുടെയെങ്കിലും കയ്യിലെ കളിപ്പാവയാണെന്നോ, വേടൻ തീവ്രവാദിയാണെന്നോ, വേടൻ തീവ്രവാദികളുടെ കാശ് മേടിക്കുന്നതാണെന്നൊക്കെ അടിസ്ഥാനമില്ലാതെ പറയുകയാണെങ്കിൽ, നമ്മുടെ ലാലേട്ടനെ കുറിച്ച് ഇതേപോലൊരു ആരോപണമല്ലേ ഓർഗനൈസറി വന്ന് വൈറ്റോടുകൂടി പിൻവലിച്ചു. മോഹൻലാൽ ഇസ്ലാമിസ്റ്റുകളുടെ കാശ് മേടിച്ചു പോയി. അതിനുശേഷം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കുറിച്ച് ഇതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ ടൂളാണ്, അദ്ദേഹം പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു എന്താ പറയുക കടുപ്പമേറിയ വലതേക്ക് നിൽക്കുന്ന ഒരു ചാനലിൽ ഒരു സാധനം വന്നു. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ചാപ്പയടിച്ച ആൾക്കാരെ അകറ്റാനല്ല, എതിരഭിപ്രായമുള്ളവരെ പോലും ചേർത്ത് നിർത്തുന്ന, മോദിജി പറയാറുണ്ട് എന്നെ വിമർശിക്കൂ, അത് ജനാധിപത്യത്തെ ശക്തമാക്കും, അല്ലെങ്കിൽ കൂടുതൽ വിമർശിക്കൂ. വേടൻ വ്യക്തിയധിക്ഷേപത്തിൽ നിന്ന് പിന്മാറണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. പക്ഷേ അതോടൊപ്പം വേടനോട് എടുക്കുന്ന സമീപനം കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ സമുദായം കൊണ്ട്, ജാതി കൊണ്ട്, സ്വത്വം കൊണ്ട് നമ്മൾ കുറെ കൂടെ സോഫ്റ്റായി ഡെലിബറേറ്റ് ആയിട്ടൊരു പൊസിഷൻ എടുക്കേണ്ടതിന്റെ കാരണം വേടനെ കൂടുതൽ അസിമിലേറ്റ് എന്ന വാക്ക് നെഗറ്റീവ് അർത്ഥത്തിലല്ല, വേടനെ കൂടുതൽ ഉൾക്കൊള്ളുക എന്നുള്ള കാര്യം